രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓൾറെഡി അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇനി അത് ഓർമ്മിച്ച് വെച്ച് എഴുതി വെക്കണം, എവിടെയെങ്കിലും എഴുതി വെക്കണം, മറന്നു പോരുത്. പിന്നെ അഡ്മിഷൻ ലഭിക്കാത്തവർക്ക് മാത്രമാണ് സപ്ലിമെന്ററിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നവർ അല്ലെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവില്ല, അവരും റിന്യൂ തന്നെ ചെയ്യണം. ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗിൾ ലേണിംഗ് ആപ്പ്. യെസ്, അപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിനെ കുറിച്ചുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മൾ നമ്മുടെ ചാനലിൽ കൊടുത്തിരുന്നു, രാവിലെ തന്നെ കൊടുത്തിട്ടുണ്ട്. യെസ്, അതായത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇന്ന് ജൂലൈ 2 മോർണിംഗ് 10 മുതൽ ജൂലൈ 4 വൈകുന്നേരം 5 വരെ ആയിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതേപോലെ തന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്, നിങ്ങൾ ഓരോ സ്കൂളിലെയും വേക്കൻസി അറിയാൻ പറ്റുക, നിങ്ങൾക്ക് അറിയണം അല്ലേ? അതായത് ഇപ്പോഴാണ് ഗവൺമെന്റ് അവരുടെ സൈറ്റില് ഓരോ ജില്ലയിലും ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോ സ്കൂളിലുമുള്ള വേക്കൻസി പ്രസിദ്ധീകരിക്കും. മാത്രമല്ല, ഓരോ സ്കൂളിലുള്ള വേക്കൻസി കമ്പ്യൂട്ടർ സയൻസ് ആണോ, ബയോളജി സയൻസ് ആണോ, കൊമേഴ്സ്, ഓരോ സ്ട്രീമിലും എത്ര വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് വേക്കൻസി ലിസ്റ്റ് നോക്കുക, ഓരോ സ്കൂളിലും എത്ര വേക്കൻസി ഉണ്ടെന്ന് എങ്ങനെ അറിയാം, അതേപോലെ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓൾറെഡി അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇനി ഇതുവരെ പുതുതായിട്ട് അപ്ലൈ ചെയ്യാവുന്ന കുട്ടികൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാം, രണ്ടും ഡിഫറെന്റ് ആണ് ആക്ച്വലി. അപ്പൊ ഓൾറെഡി നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്തതുപോലെ www.hscap.kerala.gov.in എന്നുള്ള നമ്മുടെ സൈറ്റിൽ നോക്കിയാൽ www.hscap.kerala.gov.in and the first hscap.kerala.gov.in അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സൈറ്റ് ലഭിക്കും. സൈറ്റിൽ ലെഫ്റ്റിൽ കാണാം സ്കൂൾ വൈസ് വേക്കൻസീസ് ഉണ്ട്, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ട്. ഡിഫറൻസ് പറഞ്ഞുതരാം. ആദ്യം നമ്മൾക്ക് എന്ത് ചെയ്യാം, സ്കൂൾ വൈസ് വേക്കൻസി കാണാം. അപ്പൊ സ്കൂൾ വൈസ് വേക്കൻസിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും പോവുക. ഇവിടെ സെലക്ട് ഡിസ്ട്രിക്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഏത് ഡിസ്ട്രിക്റ്റിലാണോ അഡ്മിഷൻ വേണ്ടത് ആ ഡിസ്ട്രിക്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയുള്ള സ്കൂളും വേക്കൻസീസും അറിയാൻ പറ്റും. അതെ, ഇപ്പൊ 14 ജില്ലകളുണ്ട്. അതിൽ നമുക്ക് ഇപ്പോ തൽക്കാലം മലപ്പുറം ജില്ല എടുക്കാം. ഏറ്റവും കൂടുതൽ സീറ്റ് ക്ഷാമം നേരിട്ട ഒരു ജില്ലയായിരുന്നു മലപ്പുറം. അതുകൊണ്ടാണ് നമ്മൾ മലപ്പുറം തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ മലപ്പുറത്ത് എത്ര വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മലപ്പുറം ജില്ല വന്നു. സ്കൂളിന്റെ പേരാണ് ഫസ്റ്റ് സ്കൂൾ ഗവൺമെന്റ് HSS ഡൗൺ ഹിൽ മലപ്പുറം. കോഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 11001 എന്നാണ് ആ കോഡ് നോട്ട് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ വഴി അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ഈ കോഡ് ആവശ്യമായിട്ട് ഓർമ്മിച്ച് വെച്ച് എഴുതി വെക്കണം, എവിടെയെങ്കിലും എഴുതി വെക്കണം, മറന്നു പോരുത്. പിന്നെ നിങ്ങൾക്ക് തിരിച്ചു വരിക, സീറ്റ് നോക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എവിടെയെങ്കിലും കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് സ്കൂൾ ഏതാണോ ആവശ്യമുള്ളത് ആ കോഡ് കറക്റ്റ് ആയിട്ട് മക്കൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചോ. ഇപ്പൊ പഠിച്ചാൽ ഓൾറെഡി. അതെ, ആദ്യം സ്കൂളിന്റെ പേരാണ്, പിന്നെ സ്കൂൾ ജെൻഡർ, അത് ഗേൾസ് സ്കൂൾ ആണോ അതോ ബോയ്സിന്റെ സ്കൂൾ ആണോ മിക്സ്ഡ് ആണോ എന്നുള്ളതാണ്. ദെൻ കോഴ്സ് അല്ലെ, ഏത് കോഴ്സ് ആണുള്ളത്, അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. ഇവിടെ ബയോളജി സയൻസ്, ബയോമാക്സും ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസും ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് തിരിഞ്ഞു പോലെ നിങ്ങൾക്ക് ആർക്കാണോ ബയോമാക്സ് വേണ്ടത് അവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആവശ്യമുള്ളവർ, ചില കുട്ടികൾക്ക് എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് മാത്രം മതി എന്നുണ്ടാവും. അവരെന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാം, അവിടെയുള്ള വേക്കൻസീസ് അനലൈസ് ചെയ്യാം. അതേപോലെ അതിനുശേഷം കാറ്റഗറിയാണ്, അതായത് ഓരോ കാറ്റഗറിയിലെയുമുള്ള വേക്കൻസിയാണ് ലാസ്റ്റ് കോളത്തിൽ ഒഴിവുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം അല്ലെ അർട്ടി. ഇതിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഓരോ വേക്കൻസീസും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, OBC, SC, ST, മുസ്ലിം കാറ്റഗറി, ഈഴവ, തീയ, അങ്ങനെ ഓരോ കാറ്റഗറിയിലുള്ള നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ട് അതിന്റെ നമ്പേഴ്സ് അറിഞ്ഞിരിക്കണം. അതെ, ഇപ്പൊ ആദ്യം നോക്കുകയാണെങ്കിൽ ആദ്യം ഫിസിക്സ്, കെമിസ്ട്രി, ബയോമാക്സില് ജനറൽ കാറ്റഗറിയിൽ ഈ സ്കൂളില് 11 വേക്കൻസീസ് ആണുള്ളത്. പക്ഷെ ഗേൾസ് സ്കൂൾ ആണ്, ഗേൾസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. 11 വേക്കൻസി ഉണ്ട്, അത് വലിയ ഇമ്പോർട്ടന്റ് ആണ്. ആ സ്കൂളിൽ 11 വേക്കൻസി ഉണ്ട് ജനറൽ കാറ്റഗറിയിൽ. അതേപോലെ ഈഴവ, തീയ, ബില്ലവ, ETB കാറ്റഗറിയിൽ 2 വേക്കൻസിയും മുസ്ലിം കാറ്റഗറിയിൽ 2. യെസ്, അങ്ങനെ നിങ്ങൾ നോക്കിയാൽ ഓരോ കാറ്റഗറി വൈസ് ഉള്ള വേക്കൻസീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓരോ ആ സ്കൂളിലെ കംപ്ലീറ്റ് വേക്കൻസി ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് ആ സ്കൂളാണ്. ഒരേ കോഡിലാണ്, മക്കൾ നോക്കിയാൽ മതി, ഈ കോഡ് നോക്കിയാൽ മതി, ഒരേ കോഡിലേക്കാണ് വരുന്നത്. 11001 എന്നുള്ള ഒരു സ്കൂളിന്റെ കോഡാണ്. ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആണ്. അതിനുശേഷം ഹിസ്റ്ററി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി ആണ്. അതിനാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 4 സീറ്റാ. അപ്പൊ നിങ്ങൾക്ക് വേണ്ട സ്ട്രീം ഏതാണോ ആ സ്ട്രീമിന്റെ വേക്കൻസി നോക്കാം. അപ്പൊ നമ്മൾ നോക്കി, ഹിസ്റ്ററി ഉണ്ട്, ബിസിനസ് സ്റ്റഡീസ്, അങ്ങനെ പോകുന്നുണ്ട്. ദെൻ അടുത്ത സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ഗവൺമെന്റ് HSS പാണ്ടിക്കാട് മലപ്പുറം 11002 കോഡിൽ. യെസ്, അവിടെ നോക്കുകയാണെങ്കിൽ കോ എഡ്യൂക്കേഷൻ ആണ് രണ്ടാമത്തെ
രണ്ടാമത്തെ കോളം, അതായത് ഗേൾസും ബോയ്സും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അവിടെ ഈ പറഞ്ഞ പോലെ ഓരോ കാറ്റഗറിയിലുള്ള വേക്കൻസീസ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. യെസ്, ഇവിടെ നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 9 സീറ്റ് അവൈലബിൾ ആണ് ഈ ഒരു സ്കൂളിൽ. ഇത് എന്താണ്, മാത്തമാറ്റിക്സ് ആണ്, ബയോമാത്സ് ആണ്. ആൻഡ് അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി, SC കാറ്റഗറിയിൽ അതേ സ്കൂളിൽ ഒരു സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആകെ ഓരോന്നും അങ്ങനെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഓരോ ഇതിലും കൊടുത്തിട്ടുണ്ട്, വേക്കൻസി എത്ര എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്കൂൾ വൈസ് ഓരോ സ്കൂളിൽ ഇപ്പൊ 11004 എത്തി. അങ്ങനെ മലപ്പുറം ജില്ലയിലെ എല്ലാ സ്കൂളിലെയും ജനറൽ ആദ്യം നിങ്ങൾ കാണുക, അവിടെ കാണുന്ന ജനറൽ വേക്കൻസി ആണ് കാണുക, പിന്നെ കാറ്റഗറി വേക്കൻസി കാണും അല്ലേ? അതെ. അപ്പോ ഇത് നോക്കിയിട്ട് കോഡ് നോട്ട് ചെയ്ത് വെക്കുക. ഏത് ജില്ലയിലെ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ മലപ്പുറം ജില്ല എടുത്തത് കൊണ്ട് മലപ്പുറം വന്നു. നിങ്ങളിപ്പോ ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രം സെലക്ട് ചെയ്യുക. സ്കൂളിന്റെ അവിടെ, ഡിസ്ട്രിക്റ്റിന്റെ അവിടെ ട്രിവാൻഡ്രം കൊടുക്കുക. ഓരോ സ്കൂളിലെ വേക്കൻസീസ് കാണാൻ സാധിക്കും അല്ലെ? അത് മക്കളെ ശ്രദ്ധിക്കുക, പെട്ടെന്ന് അപ്ലൈ ചെയ്യണം, ഒരുപാട് ഡിലേ വരുത്തരുത്. കാരണം പെട്ടെന്ന് ചെയ്യാം, സമയം കുറവാണ്. നമ്മൾ ഇനി തിരികെ പോവാണ്. അപ്പൊ സ്കൂൾ വൈസ് വേക്കൻസീസ് നോക്കുന്നത് അവർക്ക് മനസ്സിലായി കാണും, സംശയമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഒന്നുമില്ല, സ്കൂൾ വൈസ് വേക്കൻസീസിൽ ക്ലിക്ക് ചെയ്ത് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇനി ഒന്ന് നോക്കുക. ഇവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിനും കാൻഡിഡേറ്റ് ലോഗിനും 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഏത് ഓപ്ഷൻ വഴി ആയിരിക്കാം നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഡൗട്ട്. അതായത് ഓൾറെഡി ലോഗിൻ ചെയ്ത കുട്ടികൾ, ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും കൊടുത്തിട്ട് കിട്ടാത്തവരാണെങ്കിൽ അത് ഇമ്പോർട്ടന്റ് കാര്യമാണ്. അഡ്മിഷൻ ലഭിക്കാത്തവർക്ക് മാത്രമാണ് സപ്ലിമെന്ററിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഓൾറെഡി പ്രവേശനം നേടിയവർക്ക് ഒരിക്കലും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ട്രാൻസ്ഫർ അലോട്ട്മെന്റ് മാത്രമേ ഉള്ളൂ, സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇല്ല അവർക്ക്. അതേപോലെ ഏതെങ്കിലും സ്കൂളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടും നിങ്ങൾ പോയി ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും, അതേപോലെ ജോയിൻ ചെയ്തതിന് ശേഷം TC വാങ്ങി പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ സ്കൂൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ TC വാങ്ങി വരും. പക്ഷെ ആ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ കൊടുക്കാൻ പറ്റില്ല എന്ന കാര്യം നന്നായിട്ട് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പുതുതായിട്ട് ഓൾറെഡി ലോഗിൻ ചെയ്തവർ, ഓൾറെഡി അപ്ലൈ ചെയ്ത് പാസ്വേഡും ഒക്കെ ID ഒക്കെ ഉള്ളവര് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഈ ഒരു ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്തോ, ധൈര്യമായിട്ട് ക്ലിക്ക് ചെയ്തോ സർ. യെസ്, അപ്പോ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് അല്ല, ഇല്ലാത്ത ആളുകളാണ് ക്രിയേറ്റ് ചെയ്തെന്നുള്ള കാര്യം ഓർത്താൽ മതി. അപ്പൊ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറി എന്തൊക്കെയാണ് അർത്തി, ഈസി ആയിട്ട് എന്റർ യുവർ അപ്ലിക്കേഷൻ നമ്പർ അല്ലേ, അവർ കൊടുക്കുന്ന അപ്ലിക്കേഷൻ നമ്പർ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ കാണും. അപ്ലിക്കേഷൻ നമ്പർ ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡിലും ഒക്കെ നിങ്ങൾ യൂസ് ചെയ്ത നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ അത് എഴുതി വെക്കണം, അപ്ലിക്കേഷൻ നമ്പർ ഇമ്പോർട്ടന്റ് ആണ്, പിന്നീട് അത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് വേണ്ടി വരുന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. ഡിസ്ട്രിക്ട് ഏത് ജില്ലയാണോ ആ ജില്ല കൊടുക്കുക. ഡിസ്ട്രിക്ട് നേരത്തെ കണ്ട ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് ഓൾറെഡി ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്തിട്ട് കോഡ്, സ്കൂൾ കോഡൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് അവർക്ക് അറിയായിരിക്കും. ആൻഡ് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ റിന്യൂ എന്നുള്ളതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ പുതുതായിട്ട് ആദ്യമായിട്ട് ചെയ്യല്ല, നിങ്ങളെ അപ്ലിക്കേഷൻ നിങ്ങൾ പുതുക്കുകയാണ്. സോ അവിടെ റിന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. കാര്യം കൂടി, അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നവർ അല്ലെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവില്ല, അവരും റിന്യൂ തന്നെ ചെയ്യണം. അതെ, കറക്റ്റ് ആണ്. അപ്ലിക്കേഷൻ തെറ്റിയത് മൂലം ചിലപ്പോൾ നിങ്ങൾ റിജക്ട് ആയിട്ടുണ്ടായിരിക്കും ഫസ്റ്റിലും സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റിൽ. അവരും ഇത് തന്നെയാണ്, ക്രിയേറ്റ് അല്ല ചെയ്യേണ്ടത്, ഓൾറെഡി ഉള്ളതിൽ തന്നെ കയറിയിട്ട് റിന്യൂ ചെയ്യാണ് ചെയ്യേണ്ടത്. നിങ്ങൾ സപ്ലിമെന്ററിയിലേക്ക് പോകുന്ന റിന്യൂ ആണ്, മറന്നു പോകരുത് കേട്ടോ, ക്രിയേറ്റ് അല്ല. ഓക്കെ, അപ്പൊ ഇനിയുള്ള സംശയം SI എക്സാം ഒക്കെ എഴുതിയിട്ട് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കാതെ വന്ന കുറെ കുട്ടികളുണ്ടായിരിക്കും. ചില കാരണങ്ങളാൽ ഡേറ്റ് ചിലപ്പോ വിട്ടുപോയി അവസാന സമയത്തായതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടാവും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നെറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർ ബൈ മിസ്റ്റേക്ക് ഒക്കെ പോയവരുണ്ടാവും. ഇതുവരെ അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തവർ ചെയ്യേണ്ടത് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആണ്. ഇപ്പൊ ഇത് അവൈലബിൾ അല്ല. ഓക്കെ, എന്തായാലും ഈ ഒരു ഓപ്ഷൻ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഡീറ്റെയിൽസ് ചോദിക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസും സ്കൂളും കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവർ പുതുതായിട്ട് പാസ്വേഡും ID ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക, എങ്ങനെ +1ലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ സൈറ്റിൽ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. അതിൽ കയറി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ പുതുതായിട്ട് ഒരു ID നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തിട്ട് ഈ വേക്കൻസി ലിസ്റ്റിലുള്ള സീറ്റുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യുക.
അപ്പൊ ഇനി എന്തെങ്കിലും അപ്ഡേഷൻ, പുതിയ അപ്ഡേഷനും കാര്യങ്ങളും ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരുന്നുണ്ട്, അതിന്റെ ഒക്കെ അപ്ഡേഷൻ ആയിട്ട് നെക്സ്റ്റ് പെട്ടെന്ന് തന്നെ വരുന്ന ഉടനെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ എത്തും. അപ്പൊ ആ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളിലേക്ക് അപ്പൊ എത്തണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അത് മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മാക്സിമം അതായത് അഡ്മിഷൻ ലഭിക്കാതെ എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്നൊന്നുമല്ല, ഇതുവരെ അഡ്മിഷൻ ലഭിക്കാതെ എങ്ങനെ സപ്ലിമെന്ററിക്ക് അപ്ലൈ ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുന്ന, വിഷമിച്ച് നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. ഒരുപാട് കുട്ടികളുണ്ട്. മെറിറ്റ് സീറ്റിൽ ഒരുപാട് സീറ്റുകൾ വേക്കന്റ് ആണ്. കാരണം 70,000 കുട്ടികളോളം, അത്രയും കുട്ടികളോളം തേർഡ് അലോട്ട്മെന്റിന് ശേഷം ജോയിൻ ചെയ്തിട്ടില്ല. അപ്പൊ സീറ്റുകൾ വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ജൂലൈ 4 നിങ്ങൾക്ക് ഈ സ്കൂൾ കോഡ് എടുക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും എത്ര സീറ്റ് വേക്കന്റ്, ഓരോ സ്കൂളും ഓരോ ഡിസ്ട്രിക്റ്റിലും എത്ര വേക്കൻസി ഉണ്ട് എന്ന് അറിയാൻ പറ്റും. അത്രയും വേക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാം അല്ലേ? അപ്പൊ ജൂലൈ 4 വൈകുന്നേരം 5 മണിക്ക് മുന്നേ ആയിട്ട് തന്നെ ചെയ്യുക. തെറ്റുകളൊന്നും വരുത്താതെ നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യുക. അപ്പൊ ഓക്കെ അല്ലേ? എന്നാ ഓക്കെ, ബൈ.